നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. KSRTCയിൽ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നാലെ നഷ്ടക്കണക്കുകൾ നിരത്തി സ്വകാര്യ ബസ് ഉടമകൾ. തോട് ശുചീകരണത്തിനിടെ മലമ്പാമ്പിനെ പിടികൂടി. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ 38ാമത് സംസ്ഥാന സമ്മേളനം വ്യാഴാഴ്ച കൊടകരയിൽ. ഇന്ത്യയിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ദുർബലമായതായി റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. KSRTCയിൽ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതിനു പിന്നാലെ നഷ്ടക്കണക്കുകൾ നിരത്തി സ്വകാര്യ ബസ് ഉടമകൾ. സ്വകാര്യ ബസ് സർവീസുകൾ സർക്കാർ ഭാഗികമായി ഏറ്റെടുക്കണമെന്നും ബസ് ഉടമകൾ നിർദ്ദേശിച്ചു. സ്വകാര്യ ബസ്സുകളുടെ ദിവസ കളക്ഷൻ സർക്കാരിന് നൽകാമെന്നും പ്രതിദിനം ഒരു ബസ്സിന് കിലോമീറ്ററിന് 55 രൂപ സർക്കാർ നൽകണമെന്നും കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സർക്കാർ ഏത് വിഭാഗത്തിന് ആനുകൂല്യം നൽകുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ ഈ ആനുകൂല്യം മറ്റൊരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുന്നു എന്നതാണ് പ്രശ്നമെന്നും സംഘടന പറഞ്ഞു. സ്ത്രീകൾക്ക് സൗജന്യമായി സർവീസ് നൽകാം, നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. 1 കിലോമീറ്റർ പ്രൈവറ്റ് ബസ് ഓടാൻ 50 രൂപ 65 പൈസ ചെലവുണ്ട്. 55 രൂപ 1 കിലോമീറ്റർ എന്ന നിരക്കിൽ ബസ് ഏറ്റെടുത്ത് സർക്കാർ നടത്തണം. KSRTC ഇതുപോലെ സൗജന്യ യാത്ര സീറോ ടിക്കറ്റ് സംവിധാനത്തിൽ സ്വകാര്യ ബസ്സുകളിലും സർക്കാർ നടപ്പാക്കണം. ആ തുക സർക്കാർ സബ്സിഡിയായി തരണം. ഈ ആവശ്യങ്ങൾ നിരത്തി ഈ മാസം 19 ശേഷം മുഖ്യമന്ത്രിയെ കാണും. 2 ഉപാധികളും അംഗീകരിച്ചില്ലെങ്കിൽ പകുതി വിലയ്ക്ക് ഇന്ധനവും നികുതിയും ഒഴിവാക്കി തരണമെന്നത് 3ാമത്തെ ഉപാധി. 3 ഉപാധികളിലും ഏതെങ്കിലും അംഗീകരിച്ചില്ലെങ്കിൽ സമരം നടത്തുമെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി. തോട് ശുചീകരണത്തിനിടെ മലമ്പാമ്പിനെ പിടികൂടി. സംഭവം മൂക്കന്നൂർ കളർക്കുഴി ആറാട്ടുപുഴയിൽ തോടും പരിസരങ്ങളും ശരിയാക്കുന്നതിനിടെയാണ് തൊഴിലാളികൾ മലമ്പാമ്പിനെ കണ്ടെത്തിയത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരെത്തി മലമ്പാമ്പിനെ പിടികൂടി. പിന്നീട് സമീപത്ത് നടത്തിയ തിരച്ചിലിൽ നിരവധി പാമ്പിൻ മുട്ടകളും കണ്ടെടുത്തു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ 38ാമത് സംസ്ഥാന സമ്മേളനം വ്യാഴാഴ്ച കൊടകരയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ രാവിലെ 9-ന് സംസ്ഥാന പ്രസിഡന്റ് P. ജോർജ് മാത്യു പതാക ഉയർത്തുന്നതോടെ തുടക്കമാകും. സമ്മേളന നഗരിയിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനം കൊടകര നഗരം ചുറ്റി സമ്മേളന നഗരിയിൽ അവസാനിക്കും. തുടർന്ന് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് കമ്പനി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം നടക്കും. സ്റ്റാൾ ഉദ്ഘാടനം സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് TJ ജെയിംസ് നിർവഹിക്കും. പൊതുജനങ്ങൾക്ക് സ്റ്റാളുകൾ സന്ദർശിക്കുന്നതിനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. 11-ന് നടക്കുന്ന പൊതുസമ്മേളനം സനീഷ് കുമാർ ജോസ്
ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് P. ജോർജ് മാത്യു അധ്യക്ഷനാകും. 4.5 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന താഴ്വഴികളിലൂടെ ഒരു ഹ്രസ്വയാത്ര പദദർശനം സംസ്ഥാന മുൻ ജനറൽ സെക്രട്ടറി EO ജോണി അവതരിപ്പിക്കും. ജനറൽ സെക്രട്ടറി CV രാജു സ്വാഗതം പറയും. മെറിറ്റ് അവാർഡ് വിതരണവും അനുമോദനവും കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരിയും മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി M. മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണവും നടത്തും. മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ സംസ്ഥാന ട്രഷറർ PV തമ്പി നിർവഹിക്കും. കമ്പനികളുടെ ഉൽപ്പന്ന പരിചയപ്പെടുത്തൽ സെഷനിൽ CT വിൻസെന്റ് സെഷൻ മോഡറേറ്ററാക്കും. ഉച്ചയ്ക്ക് 2 നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംഘടനയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് V. സതീശൻ ഉദ്ഘാടനം ചെയ്യും. നമ്മള് ക്ഷേമ ബോർഡിലെ അംഗത്വം ഉണ്ടെങ്കിലും അത് വിതരണത്തിൽ സർക്കാർ വളരെ അലംഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ ക്ഷേമനിധിയുടെ കാര്യം. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ഷേമനിധിയുണ്ട്. അത് അത്യാവശ്യ കാര്യങ്ങൾ, കാരണം ഞങ്ങൾ സംഘടന നടത്തുന്ന ക്ഷേമനിധി ആകുമ്പോൾ അതിൻ്റെതായ പരിധികളൊക്കെ ഉണ്ട്. അതേസമയം നമ്മൾ കൊല്ലം പൈസ അടച്ച് സർക്കാർ ക്ഷേമനിധിയിൽ അംഗമായെങ്കിലും അതിനനുസരിച്ച് ഞങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ അടക്കം ഇപ്പൊ പെൻഡിങ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിവിൽ കോൺട്രാക്ടർമാര് വയറിംഗ് മേഖല കീഴടക്കുന്ന ഒരു പ്രവണത ഇപ്പൊ ഉണ്ട്. ഒരു കെട്ടിടം വയറ് ചെയ്യുമ്പോൾ ഈ സിവിൽ കോൺട്രാക്ടർ ഇതെല്ലാം കൂടെ എടുക്കും. എന്നിട്ട് ഈ വയറിംഗ് അത്രയും എന്താ പറയാ റിസ്ക് ഉള്ള ഈ വയറിംഗ് അവര് ഈ ബംഗാളികളെ മറ്റേ അങ്ങനെയുള്ള ആൾക്കാരെ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടൊക്കെ ചെയ്യിച്ചിട്ട് അവസാനം ഇത് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു ആളുടെ കാല് പിടിച്ച് പേപ്പർ വർക്ക് ചെയ്ത് അന്ന് ആ പേപ്പർ വർക്കിൽ അത് തിരികെ കയറ്റാൻ മാത്രം ഗ്യാപ്പുകൾ ഇട്ടിട്ടാണ് ഈ വൈദ്യുതി ബോർഡുകൾ. സംസ്ഥാന പ്രസിഡന്റ് P. ജോർജ് മാത്യു അധ്യക്ഷനാകും. മുൻ ജനറൽ സെക്രട്ടറി M. മുജീബ് റഹ്മാൻ സംഘടനാ റിപ്പോർട്ടും, ജനറൽ സെക്രട്ടറി CV രാജു പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ PV തമ്പി വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. വെൽഫെയർ ഫണ്ട് സെക്രട്ടറി KB മണിലാൽ ക്ഷേമ പദ്ധതി വിശദീകരിക്കും. തൊഴിലാളികൾ നേരിടുന്ന തൊഴിൽ ഭീഷണികൾ അതീവ ഗൗരവതരമാണ്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ അനാസ്ഥയും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിലെ നീണ്ട കാത്തിരിപ്പും തൊഴിലാളികൾ ചോര നീരാക്കി സ്വരുക്കൂട്ടിയ അംശാദായം പോലും മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഭരണകൂട നടപടികളും പ്രതിഷേധാർഹമാണ്. വൈദ്യുതി ചാർജ് വർധനവും കണക്ഷൻ ചാർജ് കൊള്ളയും സാധാരണക്കാരുടെ നടുവൊടിക്കുമ്പോൾ ഇതിനെതിരെ ശക്തമായ നിലപാടുമായി KEWSCA സമരമുഖത്തുണ്ട്. വൈദ്യുത പ്രതിഷ്ഠാപന കരാറുകൾ ഏറ്റെടുക്കാനുള്ള നിയമപരമായ അധികാരം ലൈസൻസ് ഉള്ള വയറിംഗ് കരാറുകാരിൽ മാത്രം നിക്ഷിപ്തമായിരിക്കെ കൊള്ള ലാഭത്തിനു വേണ്ടി സിവിൽ കരാറുകൾ വയറിംഗ് കരാർ കൂടി ഏറ്റെടുത്ത് അന്യസംസ്ഥാന തൊഴിലാളികളെയും ലൈസൻസോ സാങ്കേതിക പരിജ്ഞാനമോ ഇല്ലാത്ത തൊഴിലാളികളെയും കൊണ്ട് ജോലികൾ ചെയ്യിപ്പിക്കുകയാണ്. നടപടിയെടുക്കേണ്ട അധികാരികൾ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും ഇതുമൂലം വൈദ്യുതി അപകടങ്ങളും അപകട മരണങ്ങളും അനുദിനം വർദ്ധിക്കുകയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് P. ജോർജ് മാത്യു, ജനറൽ കൺവീനർ EO ജോണി, സംസ്ഥാന ട്രഷറർ PV തമ്പി, പ്രോഗ്രാം കൺവീനർ CV രാജു, മീഡിയ കൺവീനർ C. വാസുദേവൻ എന്നിവർ പങ്കെടുത്തു. അത് കഴിഞ്ഞ രജിസ്ട്രേഷൻ, തുടർന്ന് പ്രകടനം. 10:30 ഇലക്ട്രിക്കൽ പ്ലംബിംഗ് കമ്പനികളുടെ സ്റ്റാർ പ്രദർശന ഉദ്ഘാടനം സംസ്ഥാന മുൻ പ്രസിഡന്റ് ശ്രീ TJ ജെയിംസ് നടത്തി. 11 മണിക്ക് പൊതുസമ്മേളനമാണ്. അതിൽ പദദർശനം എന്ന് പറയുന്നത് 46 വർഷത്തെ കാര്യങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് പറയാനായിട്ട് ബഹുമാനപ്പെട്ട EO ജോണിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സതീഷ് കുമാർ MLA ആണ്, ചാലക്കുടി MLA ആണ്. മെറിറ്റ് അവാർഡ് വിതരണം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ചെയ്യുന്നത്. സംഘടനയുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് M. മുജീബ് റഹ്മാൻ, മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി. മരണങ്ങൾ കൂടി വരും. ഷോക്ക് അടിച്ചുള്ള അപകടങ്ങൾ, അതുപോലെ തന്നെ അഗ്നിബാധകൾ, ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള തീപിടുത്തങ്ങൾ, ഇത്തരം അപകടങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നു. ഇതിനെതിരെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കൂടി ആലോചിച്ചിട്ട് 2016 ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അനധികൃത വയറിംഗ് ക്രിമിനൽ കുറ്റമാണ്, പോലീസിന് നേരിട്ട് നടപടിയെടുക്കാവുന്ന ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. എന്തുകൊണ്ട് നിർഭാഗ്യവശാൽ ഈ നിയമം ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ദുർബലമായതായി റിപ്പോർട്ട്. ജൂൺ 4-നും
ജൂൺ 15-നും ഇടയിൽ ഇന്ത്യയിൽ ശരാശരി 53.7 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടത്. എന്നാൽ ഇത്തവണ 19.2 മില്ലിമീറ്റർ മാത്രമാണ് ലഭിച്ചത്. രാജ്യവ്യാപകമായി മൺസൂൺ മഴയിൽ 64% കുറവാണ് രേഖപ്പെടുത്തിയത് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജൂൺ 15-ന് ഇൻസാറ്റ് 3DS കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം പകർത്തിയ ചിത്രങ്ങളിൽ മൺസൂണിന്റെ കുറവ് കൂടുതൽ വ്യക്തമാണ്. സജീവമായ കാലവർഷത്തിൽ സാധാരണ കാണാറുള്ള വിപുലമായ മേഘാവരണത്തിന് പകരം ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെയും മധ്യ ഇന്ത്യയുടെയും ഭൂരിഭാഗം പ്രദേശങ്ങളും അസാധാരണമാം വിധം മേഘങ്ങളുടെ അഭാവമാണ് ഉള്ളത്. ഹിമാലയൻ പ്രദേശം, വടക്ക് കിഴക്കൻ ഇന്ത്യ, ഇൻഡോ ഗംഗ സമതലത്തിന് വടക്കുള്ള ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് കാര്യമായി മേഘങ്ങളുള്ളത്. കൂടാതെ അറബിക്കടൽ വഴിയുള്ള കാലവർഷവും ദുർബലമാണ്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യ ഇന്ത്യ എന്നിവിടങ്ങളിൽ കാലവർഷം എത്തിയെങ്കിലും മഴ കുറയാൻ കാരണം കടലിലെ ഈർപ്പത്തിന്റെ കുറവല്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിൽ ഭൂനിരപ്പിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് മുകളിൽ നടക്കുന്ന മാറ്റങ്ങളാണ് ഇതിന് കാരണം. അന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗത്തുള്ള പടിഞ്ഞാറൻ ജെറ്റ് സ്ട്രീം എന്ന വായു പ്രവാഹം സാധാരണയേക്കാൾ തെക്കോട്ട് മാറിയതാണ് പ്രധാന തടസ്സമായി നിൽക്കുന്നത്. ഇത് ഇന്ത്യയിലെ കാലവർഷം നിലനിർത്താൻ സഹായിക്കുന്ന കിഴക്കൻ ജെറ്റ് സ്ട്രീമിനെ തടസ്സപ്പെടുത്തുന്നതായും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. സാധാരണ നിലയിൽ കിഴക്കൻ ജെറ്റ് സ്ട്രീം മഴമേഘങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ പടിഞ്ഞാറൻ കാറ്റുകൾ ശക്തമായത് മേഘങ്ങൾ രൂപപ്പെടുത്തുന്നതിനെ തടയുകയും മഴ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതൊരു താൽക്കാലികമായ മൺസൂൺ പോസ് ആണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ ആഴ്ച അവസാനത്തോടെ അന്തരീക്ഷ ക്രമീകരണങ്ങളിൽ മാറ്റം വരുന്നതോടെ മഴ ക്രമേണ മെച്ചപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപയാണ് കുറഞ്ഞത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 1,11,100 രൂപയാണ്. ഗ്രാമിന് ആനുപാതികമായി 15 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാമിന് 13,875 രൂപയായി. ശനിയാഴ്ച ഒറ്റയടിക്ക് 2,160 രൂപ കൂടിയതോടെ വിലയിൽ വർധനവിന്റെ ട്രെൻഡ് തുടങ്ങി. 3 ദിവസത്തിനിടെ 4,300 രൂപയാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ ആഴ്ച 5,000 രൂപയിലധികം ഇടിവുണ്ടായതിന് പിന്നാലെയാണ് സ്വർണ്ണവില ഉയരാൻ തുടങ്ങിയത്. പശ്ചിമേഷ്യൻ സംഘർഷം അനിശ്ചിതമായി തുടരുന്നതും അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് ഉയർത്തുമെന്ന റിപ്പോർട്ടുകളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവിലയെ ബാധിച്ചത്. അമേരിക്കയിൽ പലിശ നിരക്ക് കൂട്ടിയാൽ സ്വാഭാവികമായി സ്വർണ്ണവില കുറയുമെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23-നാണ് പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. ഇനിയൊരു ഇടവേള. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി രാജ്യത്ത് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിരോധിച്ച് കേന്ദ്ര സർക്കാർ. ജൂൺ 22 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടെലഗ്രാമിലെ മെസ്സേജ് എഡിറ്റിംഗ് ഫീച്ചറും ജൂൺ 30 വരെ പ്രവർത്തിക്കില്ല. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്രത്തിന്റെ നീക്കം. ജൂൺ 21-നാണ് NTA പുനഃപരീക്ഷ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലഗ്രാം പ്ലാറ്റ്ഫോമിന് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള കേന്ദ്ര തീരുമാനത്തെ NTA സ്വാഗതം ചെയ്തു. ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുന്നതായി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം നിർദ്ദേശിച്ചതായി NTA പ്രസ്താവനയിൽ പറഞ്ഞു. ജൂൺ 30 വരെ ഇന്ത്യയിൽ പ്ലാറ്റ്ഫോമിൽ മെസ്സേജ് എഡിറ്റിംഗ് ഫീച്ചർ ലഭ്യമാക്കരുതെന്നും മന്ത്രാലയം പ്ലാറ്റ്ഫോമിനോട് നിർദ്ദേശിച്ചു, NTA അറിയിച്ചു. ഇരിഞ്ഞാലക്കുട റൂട്ടിൽ ആനത്തടത്ത് പോലീസ് ജീപ്പ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. ആനത്തടം സ്വദേശികളായ പിണക്കപ്പറമ്പിൽ വീട്ടിൽ ജൂവിൻ, തയ്യിൽ വീട്ടിൽ പ്രദീപിന്റെ മകൻ അനന്തു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിൽ ഓപ്പറേഷന് വിധേയമാക്കി. ഇരുവരും സ്വകാര്യ ആശുപത്രികളിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. തൃശൂർ സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ കീഴിലുള്ള ഡാൻസ് ഓഫ് സഞ്ചരിച്ച ജീപ്പ് ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. പോലീസ് വാഹനം ഓടിച്ച ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പോലീസ് കേസെടുത്തു. പുതുക്കാട് കൃഷിഭവനിൽ മൂർഖൻ പാമ്പ്. അലമാരിയുടെ മുകളിലാണ് പാമ്പിനെ കണ്ടത്. ജീവനക്കാർ വന്ന് അവരുടെ ജോലികൾ തുടങ്ങിയ ശേഷമാണ് പാമ്പിനെ അലമാരിയുടെ മുകളിൽ കണ്ടത്. പാമ്പിനെ കണ്ടതോടെ ജീവനക്കാർ ഓഫീസിന് പുറത്തു കടന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് RR ടീമിലെ നന്ദിപുലത്തുള്ള രജീഷ് എത്തി പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. വാർഡ് മെമ്പറും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു.
അതാണ് നോക്കി ആളെ കിട്ടിയ പിന്നെ അവർക്ക് വിലത് അങ്ങനെ കിട്ടുവാനും മേള കലാസംഗീത സമിതിയുടെ ഈ വർഷത്തെ സുവർണമുദ്ര പുരസ്കാരത്തിന് പോറാത്ത് ആനന്ദമാരാർ അർഹനായി. സമിതിയുടെ വാർഷികത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 17 വൈകിട്ട് 3-ന് പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന സമാദരണ സമ്മേളനത്തിൽ സുവർണമുദ്ര സമ്മാനിക്കും. നന്ദിപുലം പോറാത്ത് മാരാത്ത് ശങ്കരന്മാരാരുടെയും മാക്കോത്ത് മാരാത്ത് കാർത്യായനി മാരസ്യാരുടെയും മകനായി ജനിച്ച ആനന്ദമാരാർ 12ാമത്തെ വയസ്സിൽ അമ്മാവനായ പോറാത്ത് രാമമാരാരിൽ നിന്നാണ് വാദ്യകലയുടെ ബാലപാഠങ്ങളും സോപാന സംഗീതവും പരിശീലിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSRTCയിൽ പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതിന് പിന്നാലെ നഷ്ടക്കണക്കുകൾ നിരത്തി സ്വകാര്യ ബസ് ഉടമകൾ. തോട് ശുചീകരണത്തിനിടെ മലമ്പാമ്പിനെ പിടികൂടി. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ 38ാമത് സംസ്ഥാന സമ്മേളനം വ്യാഴാഴ്ച കൊടകരയിൽ. ഇന്ത്യയിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ദുർബലമായതായി റിപ്പോർട്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.